നമസ്കാരം. ഈ ക്രിസ്മസിന് ഉർവശി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന പുതിയ നാടകം വിജയേട്ടൻ സൂപ്പറ അഥവാ നിങ്ങളിൽ വർഗീയത പറയാത്തവർ ഞങ്ങളെ കല്ലെറിയട്ടെ. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ CPM. അല്ലേലും ഇപ്പോ അയാളുടെ കാലല്ലേ. ആരുടെ? വിജയേട്ടന്റെ. ഏത് വിജയൻ? പിണറായി വിജയനോ? അല്ല, വിജയരാഘവൻ. ഓ, മറ്റേ കിഷ്കിന്താകാന്ഡത്തിലൊക്കെയുള്ള വിജയരാഘവനോ? അല്ലെന്നേ, പോളിറ്റ് ബ്യൂറോയിലൊക്കെയുള്ള വിജയരാഘവൻ. പുള്ളിക്ക് എന്ത് പറ്റിയെന്നോ? പുള്ളിക്കല്ലേ പറ്റിയത്. പറന്നങ്ങ് ചാന്ദ്രയാന് വരെ ടാറ്റ കൊടുത്തു എന്നാണ് കേട്ടത്. ഒരു ഹൈഡ്രജൻ ബലൂണിന്റെ പോലും സഹായമില്ലാതെ രാഘവേട്ടൻ ഇത്ര വേഗം എയറിൽ കയറിയത് എങ്ങനെയാണെന്നറിയണോ? അല്ലെങ്കിലും ഒരൊറ്റ ചോദ്യം മതി, ക്ഷമിക്കണം, ഒരൊറ്റ പ്രസ്താവന മതി ജീവിതം എയറിലാവാനെന്നാണല്ലോ. ഇരുന്ന ഇരിപ്പിൽ രാഘവേട്ടനും ഒരു പ്രസ്താവനയും കിട്ടു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനുകളിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വിജയിച്ചത് മുസ്ലിം വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണത്രേ. ബെസ്റ്റ്, നല്ല അസല് കണ്ടുപിടുത്തം. അപ്പോ 3.5 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച രാഹുൽ ഗാന്ധിയും 4 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വിജയിച്ച പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ കാര്യം തന്നെയാണോ രാഘവേട്ടൻ ഉദ്ദേശിച്ചേ? തന്നെ. അപ്പോ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 3.5-4 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെല്ലാം വർഗീയവാദികളെന്നാണോ കവി ഉദ്ദേശിച്ചത്? എന്നാൽ ഈ കണ്ടുപിടുത്തത്തിനുള്ള നൊബേലും പ്രതീക്ഷിച്ച് വെറുതെ ബഹിരാകാശത്ത് കിടന്ന് ചുറ്റിത്തിരിയാതെ ആ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെന്നാൽ അവിടെ നമ്മുടെ സുനിത വില്യംസ് ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയോട് ചോദിച്ചാൽ തലേന്നത്തെ ഇത്തിരി കഞ്ഞി കിട്ടാതിരിക്കില്ല. അത് കുടിച്ച് ആശ തീർക്കാം രാഘവേട്ടന്. തിരികെ പോരാൻ ലിഫ്റ്റും ചോദിക്കാം. അല്ലാതെ രാജ്യത്തിന്റെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമക്കളെ വിറപ്പിക്കാൻ ഈ ഓലപ്പീപ്പിയൊക്കെ എടുത്ത് വീശിയാൽ എന്താ പറയാ? രാഘവേട്ടൻ ഒരു രസികൻ തന്നെ. ഇങ്ങനെ പടച്ചോനെ ഞമ്മളെ കാത്തോളീന്നും പറഞ്ഞ് എയറിൽ പോയ രാഘവേട്ടനെ ഒപ്പം ചേർത്ത് പിടിച്ച് എയറിലാവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിജയേട്ടൻ സൂപ്പറ, പറഞ്ഞതെല്ലാം സത്യവും എന്നും പറഞ്ഞ് കൂടെ കൂടിയിരിക്കുകയാണ് ഗോവിന്ദേട്ടൻ. കൂട്ടത്തിലൊരു മരണമാസ ഡയലോഗ് കൂടി. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെ അല്ല എന്ന്. അത് ശരി തന്നെ, പക്ഷേ അതിലൊരു പ്രശ്നമുണ്ടല്ലോ ഗോവിന്ദൻ സാറേ. വയനാട്ടിലെ 4 ലക്ഷം പേരും മുസ്ലിം തീവ്രവാദികളാണെന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ അത് ശരിയാകുമോ? 4 ലക്ഷം പേരുടേതിലധികമുള്ള മൃഗീയ ഭൂരിപക്ഷത്തിലല്ലേ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്? അപ്പോൾ അവർ ജയിച്ചത് മുസ്ലിം വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ ആ 4 ലക്ഷം പേരും വർഗീയവാദികളാവില്ലേ? അതൊന്നും എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ പറയുന്നതാണ് എൻ്റെ ഒരു സന്തോഷം. ഞാൻ എൻ്റെ സന്തോഷം മാത്രം നോക്കിയാൽ പോരെ. ഏതായാലും ബഹിരാകാശത്തും ചെങ്കൊടി നാട്ടാനുള്ള വിജയരാഘവന്റെയും MV ഗോവിന്ദന്റെയും ധീരോദാത്ത ദൗത്യത്തിൽ ആകെ മൊത്തം അസഹിഷ്ണു ആയിരിക്കുകയാണ് സർവശ്രീ സന്ദീപ് വാര്യർ. ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറയല്ലേടോ എന്നാണ് സന്ദീപ് ഗാന്ധിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്. BJP പറയുമോ ഇങ്ങനെ വർഗീയതയെന്നും ചോദിക്കാൻ മറന്നില്ല സന്ദീപ് വാര്യർ. പൂർവാശ്രമത്തിലെ ജീവിതത്തെക്കുറിച്ചൊന്നും പറഞ്ഞ് തന്നെ കുത്തിവേദനിപ്പിക്കരുതെന്ന സന്ദീപ് വാര്യരുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഈ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പകരം ഏതെങ്കിലും ഒരു ദുസ്വപ്നമായി കണ്ട് മറക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിനായി വേഷം മാറാൻ നിമിഷങ്ങൾ എന്ന ക്രിസ്മസ് ഗാനം സ്പെഷ്യൽ ഡെഡിക്കേഷനായി സമർപ്പിക്കുന്നു. ഇത് വെറും വിജയരാഘവന്റെ ഡയലോഗല്ല, സാക്ഷാൽ പിണറായി വിജയന്റെ ഡയലോഗാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. നടക്കാത്ത തെരഞ്ഞെടുപ്പിലെ ഇല്ലാത്ത മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള കടിപിടികൾക്കിടയിലും നേരം കണ്ടെത്തി അദ്ദേഹം പറഞ്ഞ ഈ കമന്റിന് തീർച്ചയായും നാം വേണ്ടത്ര പ്രാധാന്യം നൽകണം. മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന പ്രതിപക്ഷത്തിന്റെ ആസ്ഥാന ഡയലോഗ് ഇതിനിടയിൽ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലേലും വിജയേട്ടന്മാരെല്ലാം പണ്ടേ സൂപ്പറാ. കലോത്സവ വേദികളിൽ പരാജയപ്പെടുമ്പോൾ ചില കുട്ടികളും മാതാപിതാക്കളും ആ കുട്ടി ജഡ്ജസിനെ സ്വാധീനിച്ചിട്ടാണെന്ന് വിളിച്ചു പോവാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഫോർ എ രസം, ഒരു മനസുഖം. ഏതാണ്ട് ഇവിടെയും അതൊക്കെ തന്നെ പറഞ്ഞ് കോടതിയിലേക്ക് പോയിട്ടുണ്ട് വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. തന്നെ പരാജയപ്പെടുത്തി വയനാടിങ്ങെടുത്ത എതിർ സ്ഥാനാർത്ഥി പ്രിയങ്കയോടുള്ള നല്ല ഒന്നാന്തരം അസൂയ. പാവം, നല്ല വിഷമുണ്ട് ട്ടാ രമ്യയ്ക്കും. അമ്മാതിരി തോൽവിയല്ലേ കിട്ടിയത്. ഇങ്ങനൊക്കെ തോറ്റാൽ ആരായാലും ഇങ്ങനൊക്കെ പറഞ്ഞു പോകും.
സ്വാഭാവികം. അതുകൊണ്ട് പുള്ളിക്കാരിയുടെ പരാതിയെ പരിപൂർണമായി കോടതിക്ക് വിടാം. ഇതിലൊന്നും പറയാൻ നമ്മളില്ലേ. നമുക്കേതായാലും രാഘവേട്ടനിലോട്ട് മടങ്ങി വരാം. പുള്ളിയല്ലേ ഇക്കൊല്ലത്തെ ക്രിസ്മസ് സ്റ്റാർ. അങ്ങ് വാനക്കോണില് മിന്നി മിന്നി നിൽക്കുവല്ലേ പുള്ളി. തവണ പാർട്ടി ഓഫീസിൽ വേറെ സ്റ്റാർ ഒന്നും തൂക്കേണ്ട. അതിപ്പോ ലാഭായല്ലോ. എന്നാ പിന്നെ വരട്ടെ, അല്ല പോട്ടെ.